Hi, I'm Rima Kallingal. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റിമ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുന്ന ടൈപ്പ് അല്ല, പ്രത്യേകിച്ച് വർക്കിൽ നിന്ന്. അത് ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾ. സ്റ്റിൽ 2013 ഡിസംബറിലാണ് എഴുസുന്ദരരാത്രികൾ ഇറങ്ങിയത്. ചെറുകുടിനാവുകളിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് സമയമാണ്. സോ ഓൾമോസ്റ്റ് 1.5 ഇയർ ഒരു ഗ്യാപ്പ് എങ്ങനെ വന്നു? ഞാനായിട്ട് വരുത്തിയിട്ടില്ല, അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അത് മാത്രമേ എനിക്ക് ഉറപ്പ് തരാൻ പറ്റുള്ളൂ. സോ അതല്ലാതെ വൈ ഇഡൻ ആ ഗ്യാപ്പ് വന്നു എന്ന് ചോദിച്ചാൽ യുൽ ഹാവ് ടു ആസ്ക് ദി ഇൻഡസ്ട്രി പീപ്പിൾ. ഒരു ലവ് സ്റ്റോറിയിൽ വന്നു പോകുന്ന ഒരു കാമുകി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീക്ക് എന്തൊക്കെ തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന ജീവിതത്തിൽ എന്തൊക്കെ റോൾസാണ് ഒരു സ്ത്രീ യുനോ വാട്ട് ദേ ഗോ ത്രൂ, അവർ അനുഷ്ഠിക്കുന്ന ഒരുപാട് റോൾസ് ഉണ്ട് ലൈഫിൽ. അതിനെക്കുറിച്ചൊക്കെ സിനിമകളും കഥകളും കഥാപാത്രങ്ങളും ഉണ്ടാവണം എന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് തന്നെ വിചാരിക്കണം, വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. സോ ഇപ്പൊ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു സ്പേസിലായിട്ട് തോന്നുന്നു ലൈക് പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ്, എന്താ പറയുക, ഒരു ഹൗ ഓൾഡ് ആർ യു പോലത്തെ ഒരു മൂവി ഹിറ്റ് ആവുന്നു. ഈവൻ ബോളിവുഡിലാണെങ്കിലും ശ്രീദേവിയുടെ ഹ്യൂജ് കം ബാക്ക്, കാജോൾ കീപ്സ് കമ്മിങ് ബാക്ക്, ഐശ്വര്യ ഓൾസോ മേക്കിംഗ് ഹർ കം ബാക്ക്. അല്ല, ഐ എം സേയിങ് ഇത് മാരിഡ് ആയിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അത് പോട്ടെ. ഐ എം സേയിങ് 25 വയസ്സായ ഒരു കുട്ടി ഒരു ആ പയ്യന്റെ കാമുകി ആയിട്ടല്ലാതെ വേറെ ഒരു റോളും ആ കുട്ടിക്ക് ഈ സൊസൈറ്റിയിലില്ലേ? So why are we not exploring more facets of a woman, more sides of, more characters that she can play? Why is she always a love interest of the hero? അതിന്റെ പുറത്തേക്ക് ഒന്നും ഇല്ലേ? വൾണറബിൾ ഒന്നും എപ്പോഴും രക്ഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബട്ട് ദെൻ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പൊ വരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ എനിക്ക് ചില സമയത്ത് വിഷമം തോന്നുക, ദെൽ ബി വൺ ഹ്യൂജ് സ്റ്റാർ, ഒരു സ്റ്റാറിന്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിൽ അനൗൺസ് എ മൂവി ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ടാവും. 20-നും 25-നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കാമുകിയായിട്ട് അല്ല, അത് ഭയങ്കര, അത് മാത്രം നമുക്ക് ഇച്ചിരി വിഷമാവും. ഏജ് ഗ്രൂപ്പ് അല്ല ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് യുനോ എന്തെങ്കിലും രീതിയിലുള്ള ആർട്ടിസ്റ്റിക് സ്കിൽസ് ഉണ്ടാവണം എന്നും കൂടി ഒന്ന് വെക്കാൻ തോന്നുന്നു എനിക്ക്. അങ്ങനെ ഒരു പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് തോന്നിയിട്ടില്ലേ? ഹീറോയിൻസിനായാലും ഹീറോ ആയാലും PR സ്കിൽസ് ആണെന്നുണ്ടെങ്കിലും ബേസിക് ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും ഡാൻസിങ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഗ്രൂമിംഗ് ആൻഡ് ട്രെയിനിങ് സെഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ആക്കാൻ പറ്റില്ല നമ്മുടെ PR സ്കിൽസും എല്ലാം. മേ ബി യുനോ ഇറ്റ്സ് വെരി വെരി സബ്ജക്റ്റീവ്. ഓരോരുത്തർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നോട്ട് എവറിബഡി ഈസ് കംഫർട്ടബിൾ വിത്ത് ഇവന്റ്സ്, നോട്ട് എവറിബഡി ഈസ് കംഫർട്ടബിൾ വിത്ത് ഗിവിംഗ് ഇന്റർവ്യൂസ്. അതൊക്കെ ചിലപ്പോൾ വിൽ ബി വെരി സബ്ജക്റ്റീവ്, ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. പക്ഷേ വാട്ട് യു ഡു ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ, ഐ ഗെസ് യുനോ അതിന് ട്രെയിനിങ് എന്നുള്ളതിൽ കൂടുതൽ ഒരു സെറ്റിൽ ഒരുപാട് ആളുകളുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് മേ ബി യു നീഡ് ഒരു ഇനീഷ്യൽ ഒരു പ്രൊസീജിയർ വേണം. അതിലേക്ക് ഒന്ന് കയറി പറ്റുന്നതിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഋതു ചെയ്തപ്പോൾ ശ്യാം സർ അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. ഹി ഗേവ് us a training session. ഞങ്ങളെല്ലാവരും the whole crew was together for like about 10 days before we started shoot. അതിപ്പോൾ ഞങ്ങൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയിൽ ഒരുപാട് പുതുമുഖങ്ങൾ അതിൽ ഉണ്ട്, ക്രൗഡ്സ് സോഴ്സ് ചെയ്തിട്ടുണ്ട് ഇടുക്കിയിൽ തന്നെ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ക്യാമ്പ് പോലെ വെച്ച് ഇവരെല്ലാവരും ഒന്ന് ജെല്ലാവാൻ. ഇപ്പം ഐ ബിലീവ് അൽഫോൻസ് പുത്രൻ did the same thing for പ്രേമം, ബിക്കോസ് എല്ലാവരും ന്യൂ കമേഴ്സ് ആയിരുന്നു, ഒരുപാട് പുതിയ അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ആരെയായാലും അത് ഹെൽപ്പ് ചെയ്യും അല്ലേ? നിങ്ങളിപ്പോൾ സാധാരണ ഒരു IT ജോബിന് പോവാണെങ്കിലും ഒരു മീഡിയ ജോബിന് പോവാണെങ്കിലും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് സിനിമയിലും വരണം എന്ന് തോന്നുന്നു എനിക്ക്. ആൻഡ് ഇതൊരു യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ്. എനിക്കൊക്കെ ഒരുപാട് എനിക്ക് നല്ല എല്ലാവർക്കും ഐ തിങ്ക് ഇത് കയറി വന്ന ഉടനെ മനസ്സിലാവില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൈനാമിക്സ് ഓഫ് ദിസ് ഹോൾ തിങ്. ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കി വന്ന് എല്ലാവരും ഒന്ന് ഓക്കെ നൗ ഐ വോണ്ട് ടു ഡു സംതിങ് എന്ന് വിചാരിക്കുമ്പോഴേക്കും ഇവർ പറയും ഓ നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങൾ അമ്മ റോളോ എന്നൊക്കെ പറയും. അപ്പോഴേക്കും യു ഹാവ് ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ദ മീഡിയം, യു ഹാവ് ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ഓക്കെ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ട്വീക്ക് ചെയ്യാം ടു ഗെറ്റ് ആൻ ഇമോഷൻ അക്രോസ്. നമുക്ക് ഈ ആംഗിളിൽ നിന്ന് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ ഇറ്റ്സ് എ പ്രോസസ്. ഓവർനൈറ്റ് നമുക്ക് മനസ്സിലാവില്ല ഇതൊന്നും. അപ്പൊ ഇത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരു പറയും ഓ നിങ്ങൾ സമയം ഓക്കെ.
അതുപോലെ തന്നെ അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പെർഫോമൻസ്? ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സക്കറിയയുടെ ഗർഭിണികൾ, യു ഗോട്ട് ദി ലിങ്കോ കറക്റ്റ്, ആ ഒരു ഈവൻ ബോഡി ലാംഗ്വേജ് അത് എനിക്ക് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് റോളാണെന്ന് തോന്നി. അതുപോലെ പേഴ്സണലായിട്ട് ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത്രയും റേസ് കിട്ടിയില്ലല്ലോ ഈ പടത്തിന് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ്? ഐ തിങ്ക് ഡെഫിനറ്റ്ലി നിദ്ര. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് നിദ്രയ്ക്കും 22FKനും കൂടിയിട്ടാണ് കിട്ടിയതെങ്കിൽ പോലും ഇന്ന് ആളുകളുടെ മനസ്സിൽ നിദ്ര എവിടെയും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്തൊരു സ്ട്രെയിൻ അല്ല കേട്ടോ, എനിക്ക് ഒരുപാട് ഐ മീൻ എൻ്റെ ഹോൾ ഹാർട്ട് കൊടുത്ത് വർക്ക് ചെയ്തൊരു വേറൊരു മൂവി ആയിരിക്കും. ഭയങ്കര ഒരു ഗ്രാഫ് ഉണ്ടായിരുന്ന ഒരു റോളായിരുന്നു. ഷീസ് വെരി സ്ട്രോങ്, ഭയങ്കര ഇമോഷണൽ ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സിൽ ഒരാളായിരുന്നു അശ്വതി ശരിക്കും പറയുകയാണെങ്കിൽ. അതല്ലാതെ അതിൽ ഈ അണ്ടർ വാട്ടർ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഹൈഡ്രോഫോബിക് ആണ്. അപ്പൊ അതിന്റെ മോളിക്കോടെ എനിക്ക് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് നടുപ്പുഴയിലൊക്കെ. അപ്പോൾ ഐ വാസ് റെഡി ടു ഗിവ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഫോർ ദാറ്റ് റോൾ ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഐ ഫെൽറ്റ് ബാഡ് വെൻ ഇറ്റ് ഡിഡ്ന്റ് ഗെറ്റ് ദി കൈൻഡ് ഓഫ് റെക്കഗ്നീഷൻ ഇറ്റ് ഡിസേർവ്. എനിക്ക് അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇതാണ്. എത്ര ടൈം എടുക്കും അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് കൺസീവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിൽ അങ്ങ് കയറി കിട്ടണമെന്നുണ്ടെങ്കിൽ? ചില ക്യാരക്ടേഴ്സ് ഒരിക്കലും കയറില്ല. ഫോർ എക്സാമ്പിൾ പക്ഷെ ചില ക്യാരക്ടേഴ്സ് എനിക്ക് റിയലിസ്റ്റിക് അല്ലെങ്കിൽ അത് ഒരിക്കലും എന്റെ മനസ്സിലേക്ക് നോ നോട്ട് അറ്റ് ഓൾ. ഇറ്റ് ഹാസ് ടു ബി റിയൽ. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു തോട്ട് ടു ആക്ഷൻ പ്രോസസ്സ് എൻ്റെ മനസ്സിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സ്ക്രീനിൽ കണ്ട കൃത്യമായിട്ട് മനസ്സിലാവും അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ പുറത്ത് നിൽക്കുകയാണ് ആ റോളിൻ്റെ എന്ന് മനസ്സിലാവും നമുക്ക്. പക്ഷേ ഇത് റിലേറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നെ ദെൻ ഐ തിങ്ക് റിമ കലിംഗൽ ഇസ് ലൈക്ക് നോട്ട് ഇവൻ ദെയർ. ദെൻ ഇറ്റ് വിൽ ജസ്റ്റ് ബി ദ ക്യാരക്ടർ. ഐ മീൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടാനാണ് നമ്മൾ ഓരോ ദിവസം കൊതിക്കുന്നത്. അതുപോലെ ഒരു സെറ്റ് ഓഫ് ന്യൂ കമേഴ്സിന്റെ കൂടെയാണ് 2009 ഋതു ഇറങ്ങിയത്. ആസിഫ്, നിഷാൻ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ നിവിൻ, ഫഹദിന്റെ റീ എൻട്രി. പക്ഷെ ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരു പേ സ്കെയില്, നിങ്ങളുടെ ഈ വേജ് ഇൻഇക്വാലിറ്റി, അപ്പോൾ പട്രീഷ്യ അർക്കേറ്റ് പറഞ്ഞതായിരുന്നു ഓസ്കാറില്. നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താ, നമ്മുടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? അതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു എംബാരസിംഗ് ആണ്. കാരണം അവരുടെ ഒക്കെ ഷാരൂഖ്, സൽമാൻ, ആമിർ അവരുടെ ആണെന്നതിന് കുഴപ്പമില്ല. ഈ ന്യൂ കമേഴ്സിനും അവരുടെ ഇടയിലുള്ള ഈ അന്തരം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതൊരു തരത്തിൽ അവരെ വല്ലാണ്ട് മുഷിപ്പിക്കുന്ന രീതിയിലാണെന്നാണ് അവർ പറയുന്നത്. അല്ലേ, ഇപ്പൊ നമ്മളൊരു ജോലി എടുക്കുകയാണ്, ഓക്കെ, നമ്മുടെ കൂടെ വേറൊരാൾ ആ സെയിം ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും പേ സ്കെയിൽ വളരെ ഡിഫറെന്റ് ആണ്. നിങ്ങൾ അത് എഫക്ട് ചെയ്യില്ലേ? നിങ്ങൾ ഇമോഷണലി അത് എഫക്ട് ചെയ്യില്ലേ? നമുക്കറിയാം നമ്മൾ ഇടുന്ന ഹാർഡ് വർക്കും എല്ലാം സിമിലർ ആണ്. പക്ഷെ ജസ്റ്റ് ബിക്കോസ് യു ഹാപ്പൻ ടു ബി ഓഫ് എ ഡിഫറെന്റ് ജെൻഡർ, യു ആർ പെയ്ഡ് ഡിഫറെന്റ്ലി എന്നുള്ള ആ ഒരു നമുക്കത് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തത്ര ഡിഫറൻസ് ഉണ്ട്. സോ അത് ഭയങ്കര നമ്മളെ ഇമോഷണലി അത് ഡെഫിനറ്റ്ലി ഹിറ്റ് ചെയ്യും. ഒരു ഡൗട്ടും ഇല്ല. നമ്മളിപ്പോ ഈക്വൽ ഇപ്പൊ പറയാൻ എനിക്കറിയില്ല, 22 ഫീമെയിൽ കോട്ടയത്തിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ് ഈവൻ റോൾസ് എല്ലാം. ഒരിക്കലും അല്ല. ഇതിപ്പോ നമ്മള് അങ്ങനെ ഒരു രീതിയിലുമുള്ള ഇക്വാലിറ്റി ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലില്ല. പക്ഷെ ഞാൻ പറയുന്നു അത് നമ്മുടെ സൊസൈറ്റിയിലും ഇല്ല. It is going to be a long process. പക്ഷെ I want to be one of the foot soldiers who's been a martyr for the cause എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ പീരീഡിൽ തന്നെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. പക്ഷെ I am ready to fight for a generation that comes after me. I mean, we all have to do that. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ഥിതി തന്നെ ഉണ്ടായിരുന്നില്ല പണ്ടത്തെ ആക്ട്രസസ്. ഞങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന പോലെയൊന്നും അല്ല അവർ വർക്ക് ചെയ്തിരുന്നത്. ഇറ്റ് യൂസ് ടു ബി റിയലി റിയലി ബാഡ് ഫോർ ദം. അപ്പോൾ അവരൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. സോ ഐ ഗെസ് വി ഓൾ ഹാവ് ടു കണ്ടിന്യൂ ദാറ്റ് ഫൈറ്റ് ഫോർ നമ്മളിപ്പോൾ ചോദിച്ച് ഫൈറ്റ് ചെയ്ത് നമുക്ക് എന്തിനും ഒരു കാരവൻ പോലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ they'll ask you to go change in some
some person's home and all. അത് പക്ഷെ പണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ we all put our foot down and say no, we at least need good working conditions. Forget the pay. അതൊക്കെ പിന്നെ ഇതെങ്കിലും നമുക്ക് തരണം. ഇപ്പൊ അങ്ങനെയുണ്ട്, ഇപ്പൊ എല്ലാ സെറ്റ്സിലും ഉണ്ടാവും. അപ്പോൾ ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ്. ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ചോദിച്ചു വന്ന്. സോ ലെറ്റ്സ് സീ വേർ വി ഗോ. വളരെയധികം ബുദ്ധിമുട്ടിക്ക് നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യമാണ് എവറി അതർ ഡേ ഒരു ന്യൂഡിറ്റി ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു പോൺ ക്ലിപ്പ് ഓഫ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒറിജിനൽ ആവണമെന്നില്ല, ഫേക്ക് ആവണം. ബട്ട് സ്റ്റിൽ നമുക്ക് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന ഒരു കാര്യമാണത്. ഇത്രയും വൃത്തികെട്ട സൊസൈറ്റി ആണോ നമ്മുടേത്? എന്താണ് നമുക്ക് ഈ ന്യൂഡിറ്റി, വൈ വി ആർ സോ ബിഹൈൻഡ് ദ ന്യൂഡിറ്റി? ഇറ്റ്സ് റിയലി സാഡ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ജാവേദ് അക്തർ പറഞ്ഞൊരു ഒരു കോട്ട് വായിക്കായിരുന്നു. വേ ഹി സെഡ് നമ്മുടെ സിനിമ നമ്മുടെ റിയൽ ലൈഫിന്റെ റിഫ്ലക്ഷൻ ആവണമെന്നില്ല, അതുകൊണ്ടാണ് ഡോക്യുമെന്ററീസ് കൂടുതൽ റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്നത്, നമ്മുടെ സിനിമകൾ റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്നില്ല. സിനിമകൾ ശരിക്കും നമ്മുടെ ഡ്രീംസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിനിമകൾ കണ്ടിട്ട് നമ്മുടെ സൊസൈറ്റിനെ കുറിച്ച് ആളുകൾ എന്താണ് വിചാരിക്കുന്നുണ്ടാവുക എന്നുള്ളത് നമ്മൾ ശരിക്കും, ബിക്കോസ് നമ്മുടെ ഡ്രീംസ് ആണ് നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി റിയലി വറിഡ് എന്നാണ് ജാവേദ് അക്തർ പറഞ്ഞത്. ഇർഫാൻ ഖാൻ did that video, party song, that was kick ass. As in അത് ഇന്നത്തെ ബോളിവുഡ് സിനിമേനെ പിച്ച് ചീന്തി വെച്ച പോലെ തോന്നി എനിക്ക് സത്യമായിട്ട്. ഒന്നും പറയാനും പറ്റില്ല. പക്ഷേ exactly, we really need to see how we are portraying women in our cinema എന്നുള്ളത്. And I think women need to realize that this is not what they this is not what they should be doing in cinema. അല്ല, അവരെ തന്നെ ഒബ്ജക്ടിഫൈ ചെയ്യാന്ന് അവർക്ക് മനസ്സിലാക്കാം എന്നുള്ള ഒരു could be, no? Could be, no? But still, why she is saying that she is doing a item song in that movie? എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഷീ ഹാഡ് ടു ഫേസ് ദാറ്റ് അല്ലേ ഞാൻ ചോദിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ദീപിക ചെയ്ത ആ വീഡിയോ സ്പോട്ട് ഓൺ ആയിരുന്നു. അവർ പറഞ്ഞ ഞങ്ങൾക്ക് ഇറ്റ് ഈസ് മൈ ചോയ്സ് എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അത് സ്പോട്ട് ഓൺ ആയിരുന്നു. അത് ഭയങ്കര രസമുള്ളൊരു വീഡിയോ ആയിരുന്നു. ഐ എം ആക്ച്വലി ഫോർ ദ വീഡിയോ ഇഫ് യു ആസ്ക് മീ. പക്ഷേ when it came out, because of her work, she had to face questions where she didn't have answers. അല്ലേ? It's such a bad situation to be in, seriously speaking. അപ്പോൾ എന്തായിരിക്കും നമുക്കൊരു ഇതിനൊരു ഇപ്പോൾ പോൺ ബാൻ ചെയ്തു, is that the right solution? That is not the right solution at all. That is not the right solution at all, I feel. അത് കൂടുതൽ ഫ്രസ്ട്രേഷനിലേക്കേ പോവുള്ളൂ. പൊതുവേ ബാക്കിയുള്ളവരുടെ ഒരു അനുകമ്പയും സിമ്പതിയൊക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് എവിടുന്നാണ് ഇത് വരുന്നത്? ലൈക്ക് വീട്ടിൽ നിന്നാണോ അതോ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൻഫ്ലുവൻസ് ആണ്? ഹി ഈസ് ഓൾസോ ഇൻ ടു ദി സോഷ്യൽ ആക്ടിവിസം ആൻഡ് പുള്ളിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതും വെയിലത്ത് പോയി നിൽക്കുന്നതും റോങ് കമന്റ്, ബട്ട് സ്റ്റിൽ എവിടുന്നാണ് ഇത് ആക്ച്വലി വരുന്നത്? വെൽ, ഹാവ് യു ഫെൽറ്റ് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടില്ലേ ലൈഫിൽ, വേർ യു ഡോണ്ട് നോ വാട്ട് ടു ഡു? I ask you most of the time what to do. So yeah, എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് തോന്നില്ലേ? സോ ടു ബി ദാറ്റ് പേഴ്സൺ വുഡ് ബി ഗ്രേറ്റ്. വേറൊരാളുടെ ലൈഫിൽ നമുക്ക് കഴിയാവുന്ന ചിലപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് ചെയ്തിട്ട് വേറൊരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ I mean, I guess that's why we are all here to help each other at some point. എന്തെങ്കിലും രീതിയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വളരെ ഹെൽപ്ലെസ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ആരെങ്കിലുമൊക്കെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എൻ്റെ കൈ പിടിക്കാനായിട്ട്. സോ ഐ ഗെസ് അങ്ങനെ ആ ഒരു ഐ തിങ്ക് ദ ചേഞ്ച് ഷുഡ് കണ്ടിന്യൂ. വി ഷുഡ് കീപ് ഹെൽപ്പിംഗ്. അതങ്ങനെ വലുതായി അതൊരു വലിയൊരു സർക്കിൾ ആവട്ടെ. പിന്നെ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ചോയ്സസ് ആണ് നമ്മളൊരു ആക്ടറിനെ ഡിഫൈൻ ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് യു ഡിസൈഡ് എ മൂവി, ഇതാണ് എനിക്ക് ചെയ്യേണ്ട മൂവി? ഇത് ജസ്റ്റ് ബിക്കോസ് ഞാൻ പറയട്ടെ, ഇപ്പോൾ ചില മൂവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നില്ല വല്ലാണ്ട് അഭിനയിക്കാനുണ്ട്, ബട്ട് സ്റ്റിൽ ഇപ്പോൾ ലഞ്ച് ബോക്സ് എടുക്കുക, അതിലത്തെ ഹീറോ നിമ്മൾക്കൊന്നും അങ്ങനെ കരയാനോ അങ്ങനെ ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ നമ്മളത് കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കില്ല. അങ്ങനെയാണ് നമുക്ക് അത് കുറേ ഇമോഷണൽ ഡ്രാമ, ഹെവി ഡ്യൂട്ടീസ് അങ്ങനത്തെ. See, it's basically a gut feeling കേട്ടോ. ചില മൂവീസ് നമുക്ക് കേൾക്കുമ്പോൾ there's something in it എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഫീൽ വരും. ഇപ്പോൾ
if you ask me personally, I think I've made a lot of bad choices in my career. But especially I think after 22FK, I should have been much more careful about the kind of movies I did, because the audience expected me to be more responsible with my choices. പക്ഷെ ഞാൻ ആയിരുന്നില്ല. അത് എൻ്റെ വലിയൊരു ഗൂഫപ്പ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. I wanted to do a commercial flick. You never know. I mean, അതെന്താണ് എന്നുള്ളതിൻ്റെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. മേ ബി ആ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി ഞാനത് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ട്. So maybe you have to do it to understand what to do and what not to do later on. ഇപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഗ്യാപ്പ് വന്നു എന്ന് ഷനീം പറയുന്ന. ആ ഗ്യാപ്പ് വന്നത് is because I really wanted to see 2-3 months കൂടുമ്പോഴേക്കും റിമ കല്ലിങ്കൽ ഒരു മൂവി ഇറങ്ങണമെന്ന് പേഴ്സണലി ആഗ്രഹമുള്ള ആളാണ് ഞാൻ. എനിക്ക് ആഗ്രഹമുണ്ട്. But it didn't happen, Shani. Imagine, I didn't find anything which really എന്താ പറയുക, എനിക്ക് എന്നെ ശരിക്കും ടച്ച് ചെയ്ത് അല്ലെങ്കിൽ എന്നെ എക്സൈറ്റ് ആയിക്കുന്ന ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും ചെറുകടിഞ്ഞ കിനാവുകൾ ഹാപ്പൻ. ആൻഡ് ഐ വാസ് സോ ഹാപ്പി വിത്ത് ദി സ്ക്രിപ്റ്റ്. ഓക്കെ, റാണി പത്മിനി എല്ലാവരും എക്സൈറ്റഡ് ആണ്. മഞ്ജു വാര്യർ ആൻഡ് റിമ കല്ലിങ്കൽ ടുഗദർ. അതെ, എന്താണ് നിങ്ങൾ ചെയ്തത്? പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും. Well, it's a travel movie, അതറിയാലോ. രണ്ട് strangers. Yeah, we're going to the Himalayas, basically. Himachal. I'm playing Rani. Manju Chechi is Padmini. So these are two strangers who get to travel together. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ട്രാവലാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ മാറ്റുന്നതും വളർത്തുന്നതും എല്ലാം. ഐ തിങ്ക് ട്രാവലിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ എക്സ്പീരിയൻസസ് ആണ്. അങ്ങനെ ഒരു ട്രാവലിൽ നിന്ന് രണ്ടാളുകൾ എങ്ങനെ ആ ട്രാവലിൻ്റെ അവസാനം എവിടെ എത്തിപ്പെടുന്നു, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ടോട്ടലി രണ്ട് തരം ചുറ്റുപാടുകളിൽ വളർന്ന രണ്ടാളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി ദേ ആർ ബോത്ത് വെരി ഫൺ ലവിങ്, ഭയങ്കര രസമുള്ള, ഭയങ്കര പട്ടാക്ക കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. It is not at all a serious kind of a movie, not at all. It has its moments, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്, ഭയങ്കര പോഗ്നന്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. പക്ഷേ it's a fun movie. So ഇപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്യാം പുഷ്കരനാണ്. ശ്യാമേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, മഞ്ജു വാര്യർ റിമാക്ക് അല്ലെങ്കിലും ഫെമിനിസ്റ്റ് മൂവി ആയിട്ട് വരുന്നു വിചാരിച്ചിരിക്കും, അതൊന്നും അല്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് നോട്ട് ദി ഐഡിയ. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. എനിക്ക് തോന്നുന്നു, I want all women and all men who love women to come and see it and kind of really understand what they go through and what happens in their mind and in their hearts. Yeah, what is it? What is the journey like? സോ ഒരു മേക്ക് ഓവർ അതിന് വേണ്ടിട്ടായിരുന്നു നമ്മൾ കാണുന്ന ഒരു റിമാർക്ക് പോയി. I went short for the movie, പക്ഷെ curly തന്നെയായിരുന്നു. ഇതിപ്പോ because I'm here for Saima and all that, I had to blow dry it. I didn't have a choice. But otherwise I want to stick to my curly hair. That is the identity. I don't want to lose that. എനിക്ക് അത് ഇഷ്ടമാണ്. I mean, that is what I like also. So ഈ ദിവസം I went really short for the movie. അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ വേറെ നീ കാണാൻ പോലും ലുക്ക് വൈസ് ആണെങ്കിൽ പോലും ഒരു എലമെന്റ് ഓഫ് റിമയും വേണ്ട. Let this be. This is only Rani. അതിലിപ്പോ ഈവൻ ബോഡി ലാംഗ്വേജസ് നടത്തം ഒക്കെ പോലും ഭയങ്കരമായിട്ട്, I mean, വേറൊരു, she's always slouchy and she's not at all feminine and all that. അപ്പൊ അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചിട്ടുള്ളത്. പക്ഷെ എന്നെക്കാളും സ്ലൗച്ചിയാണ് അതില്, ഇച്ചിരി കൂടി എക്സ്ട്രീം ആണ് അതില്. എന്താണ് മൂവി എന്നാ റിലീസ്? October 23rd. ലോക്ക്ഡൗൺ ആണ്. ഓക്കെ, ഇനി ഫൈനലി ഓണമാണ്. എന്താണ് ഇനി നമ്മുടെ പ്രത്യേകിച്ച് NRIസിന്റെ അടുത്ത് ഓണത്തിനെ പറ്റി പറയാനുള്ളത്? ഓണം മെമ്മറീസിലേക്ക് നമുക്ക് കിടക്കണ്ട, എന്താണ് പറയാനുള്ളത്? ഐ തിങ്ക് NRIസിന്റെ അടുത്ത് ഓണത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങളെക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് ഓണം ആഘോഷിക്കുന്നത് നിങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയാണ് ഓണത്തിന് അവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രോമിനൻസും സെലിബ്രേഷൻസും എല്ലാം. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ്. അതിൻ്റെ സങ്കടമൊക്കെ മറന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ് ഹിയർ. ഐ ജസ്റ്റ് വോണ്ട് ടു വിഷ് ഓൾ ഓഫ് യു ഓൾ എ വെരി ബ്യൂട്ടിഫുൾ ഓണം. നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട്
ഇവിടെയുള്ള ഫാമിലി ആയിട്ട് എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷമായിട്ട് ആഘോഷിക്കൂ, നല്ല സദ്യയൊക്കെ കഴിച്ച് ആഘോഷിക്കൂ. വിഷ് യു എ വെരി വെരി ഹാപ്പി ഓണം.